everyone, so welcome back to your class. So, we have NIOS Dictative Marathon Live. എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അക്കൗണ്ടൻസി പേപ്പർ ആയിട്ടുള്ളതാണ്. ഓക്കേ, എല്ലാവരും കൂടുതലായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അക്കൗണ്ടൻസി മാരത്തോൺ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അക്കൗണ്ടൻസി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കേ, എങ്ങനെയാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസി എങ്ങനെ നിങ്ങൾക്ക് എക്സാം എഴുതാം. ഓക്കേ, സോ നമുക്ക് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മുടെ ക്ലാസ്. നമുക്കറിയാം നമ്മൾ അക്കൗണ്ടൻസി പറയുന്നത് 320 320 എന്ന കോഡ് പേപ്പർ വരുന്നതാണ് നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നമ്മൾ അക്കൗണ്ടൻസി 100 മാർക്സിനാണ് അല്ലേ. നമുക്ക് ടോട്ടൽ എത്ര മാർക്സ് ആണ്? നമ്മൾ 100 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലേ. നമുക്ക് അറിയാം ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ നമ്മൾ എക്സാം ആണ് അല്ലേ. അപ്പൊ എല്ലാവരും ഇപ്പൊ പ്രിപ്പറേഷനിലും കാര്യങ്ങളിലൊക്കെ കാര്യം. ബട്ട് അക്കൗണ്ടൻസി എന്നുള്ള ഒരു ഇതിൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. മറ്റു സബ്ജക്റ്റിന്റെ പോലെ അല്ലല്ലോ, നമുക്ക് കുറച്ച് ടഫ് ഉള്ളതാണല്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അക്കൗണ്ടൻസി എന്ന് പറയുന്നതും സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്ത് പാസ് ആവാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടെയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം അല്ലെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് ടോട്ടൽ 47 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അത് നമുക്ക് സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 സെക്ഷനിലൂടെ ആയിരിക്കും നമ്മളെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടാവുക. അതിൽ സെക്ഷൻ എ എന്ന് പറയുന്നത് ടോട്ടൽ 36 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് 1 മാർക്ക് വെച്ചിട്ടുള്ള 36 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ സെക്ഷൻ ബി എന്ന് പറയുന്നത് 2 മൊഡ്യൂളായിരിക്കും. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു സെക്ഷൻ ബി ഉണ്ടാകും. അതിന് ശേഷമുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ മൊഡ്യൂളായിട്ട് നമുക്ക് 2 സെക്ഷൻസ് തരും. ഓക്കെ, അപ്പൊ ഈ 2 സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെക്ഷൻ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏത് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാകും. ഓക്കെ, അപ്പം നമുക്ക് പോകാം. നമ്മളെ സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യനിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. സോ ഇവിടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നതാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ കൂടെയാണ് എന്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് നോക്കാം അല്ലെ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി റെക്കോർഡഡ് ഇൻ ജേർണൽ പ്രോപ്പർ. ജേർണൽ പ്രോപ്പറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് ട്രാൻസാക്ഷൻ ആണ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് ഓപ്ഷൻസ്. ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ദെൻ വിഡ്രൂ ഗുഡ്സ് ഫോർ ഡൊമസ്റ്റിക് യൂസ്, സി ഡിപ്രീസിയേഷൻ ചാർജ് ഓൺ മെഷീനറി ആൻഡ് ഡി പെയ്ഡ് റെന്റ് ഫോർ ദ മന്ത്. ഓക്കെ, നമുക്കറിയാം എന്താ ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ജേർണൽ പ്രോപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റംസ്, അതായത് സ്പെഷ്യൽ ഐറ്റംസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ടുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റം ആയിട്ട്, അതായത് എന്താണ് ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, അതായത് യൂഷ്വലി ക്യാഷ് ബാങ്കും വരുന്നതാണ്. ഡിപ്രീസിയേഷൻ മെഷീനറി ആൻഡ് ഡിപ്രീസിയേഷൻ ഉള്ളതാണ്. പെയ്ഡ് റെന്റ് ഫോർ മന്ത് നമ്മൾ റെന്റും ക്യാഷും ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, സോ ഇവിടെ വരുന്നത് വിഡ്രൂ ഗുഡ്സ് ഫോർ ഡൊമസ്റ്റിക് യൂസ്, അതായത് ഡ്രോയിങ്സിലാണ് നമ്മൾ ജേർണൽ പ്രോപ്പർ, അതായത് സ്പെഷ്യൽ ജേർണൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇവിടെ വരുന്ന ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത് എന്താണ്, വിഡ്രൂ ഗുഡ്സ് ഫോർ ഡൊമസ്റ്റിക് യൂസ്. ഓക്കെ, സോ ദ ജേർണൽ, അതായത് എന്താണ് ഇവിടെ പറയുന്നത്, നമുക്കറിയുന്ന കാര്യമാണ് എന്താണ് ജേർണൽ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജേർണൽ പ്രോപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സ്പെഷ്യൽ പർപ്പസിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നതാണ് ഗുഡ്സ് ഓഫ് 4,000 were sold to Needu on credit. Which of the following voucher will be prepared? Okay, നമ്മൾ വൗച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയുന്ന വൗച്ചേഴ്സ് ആണ്. ഡെബിറ്റ് വൗച്ചർ ഉണ്ട്, ക്രെഡിറ്റ് വൗച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഓഫ് 4000, അതായത് 4000 രൂപ വിലയുള്ള ഗുഡ്സ് നമ്മൾ നീതുവിന് ക്രെഡിറ്റ് ബേസിസിൽ കൊടുക്കുകയാണ് അല്ലേ. ക്രെഡിറ്റ് ബേസിസിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഏത് വൗച്ചർ ആയിരിക്കും ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, നമ്മൾ ക്രെഡിറ്റ് ബേസിൽ യൂഷ്വലി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്, അതായത് ക്രെഡിറ്റ് ബേസിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് ക്രെഡിറ്റ് വൗച്ചർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ക്രെഡിറ്റ് ബേസിസിലാണല്ലോ ഓൾറെഡി കൊടുക്കുന്നത്. സോ ദ ആൻസർ എന്തായിരിക്കും, ക്രെഡിറ്റ് വൗച്ചർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ, balance shown in suspense account is the net result of error of omission, one-sided error, error of principal, two-sided error. ഓക്കെ, ഇവിടെ പറയുന്നത് സസ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് കാണിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയണം. നമ്മളെ ചാപ്റ്റർ 12 ആണ്, 11th ചാപ്റ്ററിലാണ് തോന്നുന്നു നമുക്ക് ഒരു റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ എറേഴ്സ് ആണ്. അതായത് ഏതൊക്കെ എറേഴ്സ് ഉണ്ട്, എറർ ഓഫ് ഒമിഷൻ ഉണ്ട്, എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്, വൺ സൈഡഡ് എറർ ഉണ്ട്, ടു സൈഡഡ് എറർ ഉണ്ട്, എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്. ഓക്കെ,
സോ ഇവിടെ സസ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസിന്റെ നെറ്റ് റിസൾട്ട് കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്നാണ് ഇവിടെ പറയുന്നത്? ദാറ്റ് ഈസ് വൺ സൈഡഡ് എറർ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഇത് വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് എന്ത് പറയണേ? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയണേ. സോ ദ ആൻസർ ഈസ് വൺ സൈഡഡ് എറർ. ഓക്കെ, ഇതിനൊക്കെ ഓരോ മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, a software which is designed and developed as user specific is ready-made software, tailor-made software, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആൻഡ് മൾട്ടി പർപ്പസ് സോഫ്റ്റ്വെയർ. എന്താ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കറിയുന്ന കാര്യമാണ്, ടോട്ടലി 2 ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലേ? നമുക്ക് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയറും ഉണ്ട്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറും ഉണ്ട്, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറും ഉണ്ട് അല്ലേ? അതായത് ഇവിടെ ആൻസർ വരുന്നത് ഇത് നമുക്ക് എന്താണ്, ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന സോഫ്റ്റ്വെയർ. സോ ദാറ്റ്സ് ഏത് സോഫ്റ്റ്വെയർ ആയിരിക്കും? കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസിന് പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ഓക്കെ, ഏത് അക്കൗണ്ട് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഏതിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ട്രേഡിംഗ് ഓർഗനൈസേഷൻ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, മാനുഫാക്ചറിംഗ് കൺസേൺ ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ, ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് അറിയുന്നത് എന്താ? നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അക്കൗണ്ടിലാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. ഓക്കെ, പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് ട്രേഡിംഗ് ഓർഗനൈസേഷനും ഉണ്ട്, നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഉണ്ട്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് അഥവാ ഒരു ഇതായിട്ടുള്ള സ്ഥാപനം, ഒരു ഫിനാൻഷ്യലി ഡീൽ ചെയ്യുന്ന സ്ഥാപനത്തിന് നമ്മൾ 3 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഏതൊക്കെ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതുപോലെ നമ്മളൊരു ചാരിറ്റബിൾ ആയിട്ടുള്ള നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഏതൊക്കെ? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ ക്ലിയർ ആയോ? Okay, then the next 6th question ആണ് bad debt provision which is given in the trial balance will be. Okay, bad debt ഒരു ട്രയൽ ബാലൻസിൽ നമ്മൾ bad debt provision എവിടെയാണ് എഴുതുക? എവിടെയായിരിക്കും എഴുതേണ്ടി വരിക? നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ഡെബിറ്റ്, അതായത് bad debt എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് ചെലവുള്ള കാര്യമാണ്. ബാഡ് ഡെപ്റ്റ് നമുക്ക് അറിയില്ല അല്ലേ, കിട്ടാക്കട. അപ്പം നമ്മൾ ചെലവിലായിട്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കൂട്ടുക. ഓക്കെ, അപ്പം നമുക്ക് അറിയുന്ന കാര്യമാണ് ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. നമ്മൾ അക്കൗണ്ടിങ് റൂൾ പ്രകാരം നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ ഇവിടെ എന്താണ് ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്? ഏതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലായിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് 7th ക്വസ്റ്റ്യൻ. In income and expenditure account, expenditure side exceeds its income side, the result is termed as. അതായത് നമുക്ക് വരവിലേറെ ചെലവാണ് കൂടുതൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് നേരെ മുന്നോട്ട് പോവുമോ? ആ ബിസിനസ്സിന് എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? എക്സാക്ട്ലി ഡെഫിസിറ്റ് ആണ് അല്ലേ, ദാറ്റ് ഈസ് ഡെഫിസിറ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സിൽ വരവിലേറെ കൂടുതൽ ചെലവ് വന്നാൽ നമുക്കറിയുന്ന കാര്യമാണ് ആ ബിസിനസ് എന്തല്ല ലാഭകരമായിട്ടല്ല പോകുന്നത്. സോ ദ ആൻസർ ഈസ് ഡെഫിസിറ്റ്, ഓപ്ഷൻ എ. Then 8th question ആണ് പറയുന്നത് which of the following item will be shown in the debit side of the ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ്. നമ്മൾ ഇതിലേതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിങ്, ഒരു റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ചൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതായത് പാർട്ട്നേഴ്സിന്റെ കാര്യങ്ങൾ, പാർട്ട്നേഴ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുക. ഓക്കെ, അപ്പോൾ അവിടെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എപ്പോഴും എഴുതുക അവരുടെ ലോൺ ആണ്. ഓക്കെ, ഇസ് ലോൺ ടു ദ ഫേം. അവർ ഫേമിൽ നിന്ന് ലോൺ എടുത്ത ലോണിന്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ?
ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ്. നെക്സ്റ്റ് നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എന്തായാലും നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം എങ്ങനെയാണ് ഒരു സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കാണുക? ദാറ്റ് ഈസ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് X and Y are partners sharing profit in the ratio of 3:2 and Z is admitted as a new partner for 1/5 share in profit. The new profit sharing ratio of XYZ is 5:3:2. Okay, and what ratio X and Y have sacrificed their share? ഓക്കെ, എന്താ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത്? നമുക്കറിയാം എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ചെയ്യുന്ന റേഷ്യോ ആണ് ഏതെന്ന് പറയുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ദ സാക്രിഫൈസിങ് റേഷ്യോന്റെ ഇക്വേഷൻ ആണ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ആദ്യം ഇതിന് ഓൾഡ് റേഷ്യോ എടുക്കുക. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈന്റെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ, ആൻഡ് സെഡ് പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ 1/5 ഷെയർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, അതൊന്നും ഇപ്പൊ നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് എന്താ? ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ഈസ് 5:3:2. And in what ratio X and Y have sacrificed their ratio? Okay, അപ്പം നമുക്ക് ഇവിടെ വേണ്ടത് ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ ആണ്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 5:3:2 ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോ, അതായത് എക്സിന്റെ കാണണമെങ്കിൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ പറയുന്നത് 3/5 മൈനസ് ന്യൂ റേഷ്യോ പറയുന്നത് എക്സിന്റെ എന്താണ് 5 ആണ് അല്ലേ. 5/, ടോട്ടൽ അത് എത്ര ഉണ്ട്? 5 + 3 + 2 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 5/10. സോ നമുക്കത് മൈനസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അത് അങ്ങനെയുള്ളത് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവൂലേ, അതായത് എന്താണ്? ഓപ്പോസിറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 3/5 മൈനസ് 5/10 എന്ന് പറയുമ്പോൾ എങ്ങനെ കാര്യം? 3 × 10 30 മൈനസ് 5 × 5 25. സോ 30 മൈനസ് 25/50. അപ്പം നമുക്ക് ആൻസർ കിട്ടത്രേ? ദാറ്റ് ഈസ് 5/50. 5/50 നമ്മൾ ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/10. സോ ദ ആൻസർ ഈസ് 1/10. അതുപോലെ നമ്മൾ വൈൻ്റെതും കാണണം. വൈൻ്റെ ഓൾഡ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? വൈൻ്റെത് എന്ന് പറയുന്നത് 2/5. ഓക്കെ, 2/5 മൈനസ് 3/10. ഓക്കെ, 3/10 ആണ് വൈൻ്റെ വരുന്നത്. സോ ദ ആൻസർ ഈസ് ഇവിടെ എന്താണ്? 1/5, ദാറ്റ് ഈസ് 1/10 ആയിരിക്കും ആൻസർ വരിക. സോ 1:1. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മൾ ഒന്നുമില്ല, ഓൾഡ് റേഷ്യോ ഇതിൽ നിന്ന് എടുത്തു, ന്യൂ റേഷ്യോ എടുത്തു, തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 1:1 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ നമ്മൾ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് 10th ക്വസ്റ്റ്യൻ. When a partner become of unsound mind, the firm will be dissolved. Okay, ഒരു പാർട്ണർ അൺസൗണ്ട് മൈൻഡ് ആയി കഴിഞ്ഞാൽ, ഓക്കെ, അൺസൗണ്ട് മൈൻഡ് മീൻസ് എന്താണ്? അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിക്ക് ഇതില്ലാതിരിക്കുക, സ്ഥിരത ഇല്ലാത്ത ഒരു ഇതായി കഴിഞ്ഞാൽ ആ ഫേം ഏത് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസോൾവ് ആവുക, അടച്ചു പൂട്ടേണ്ടത് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ ഉണ്ട്? കമ്പൽസറി ഉണ്ട്, ബൈ ദ ഓർഡർ ഓഫ് കോർട്ട്, ബൈ നോട്ടീസ്, ആസ് പെർ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ടീസ്. ഓക്കെ, ഓർഡർ ഓഫ് കോർട്ട്, അതായത് ഓപ്ഷൻ ബി ആണ്. ബൈ ദ ഓർഡർ ഓഫ് കോർട്ട് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക? ഒരു സ്ഥാപനം, ഒരാൾ അൺസൗണ്ട് മൈൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനം ഡിസോൾവ് ആവുക. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബൈ ദ ഓർഡർ ഓഫ് ദ കോർട്ട്. ഓക്കെ, the next question ആണ് 11th question. In the balance sheet of Amit and Rohit, there appears an item of general reserve. Okay, on admission of Sana, in what ratio will general reserve be credited to existing partners capital account? Okay, ഇവിടെ എന്താ പറയുന്നത്? നമ്മളെ ബാലൻസ് ഷീറ്റ്, അതായത് അമിത് റോഹിത്തിന്റെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട്? ഒരു ജനറൽ റിസർവ് പറഞ്ഞിട്ടുള്ള ഒരു ഇത് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഓൺ ദ അഡ്മിഷൻ ഓഫ് സന എന്ന് പറയുന്ന പുതിയൊരാൾ അഡ്മിഷൻ ചെയ്തതാണ്. അങ്ങനെയുള്ള ടൈമിൽ ഏത് റേഷ്യോയിലാണ് ഈ ജനറൽ റിസർവ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുക എന്നാണ് നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി പുതിയ ആൾ വരുന്നതിന് മുന്നുള്ള കാര്യമാണ് ആ ജനറൽ റിസർവ്. അപ്പൊ അത് എക്സാക്ട്ലി അവരെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അത് വീതിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, ദ നെക്സ്റ്റ് ആണ്
12th question, registered share capital is also called. നമ്മൾ registered share capital എന്ന് പറയുന്ന മറ്റൊരു പേരാണിത് authorized capital. registered capital എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഓപ്ഷൻ ബി authorized capital എന്ന് പറയുന്നത്. ഓക്കെ, and the next 13th question ആണ്, in case the shareholder pay the first and final call amount along with the allotment, the amount so received will be credited to. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എമൗണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ, അലോട്ട്മെന്റിന്റെ കൂടെ തന്നെ. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാക്ട്ലി അലോട്ട്മെന്റ് കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് അക്കൗണ്ടിലേക്കാണ് പോവുക, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ഇത് കേസിൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഇത് എന്ത് ചെയ്യണത്, ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, and the next question ആണ്, how is the account of promoters settled for their remuneration? ഓക്കെ, എങ്ങനെയാണ് എന്ത് ചെയ്യണത്, അവർ റെമ്യൂണറേഷൻ സെറ്റിൽ ചെയ്യുന്നത് എന്നാണ്. എങ്ങനെയാണ്, ബൈ ഇഷ്യൂയിങ് ഷെയർസ്. അവർ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, അവരെന്ത് ചെയ്യണത്, സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഗിവ് വൺ വേർഡ് ആൻസർ ഓഫ് ദ ഫോളോയിങ്. നമുക്കിവിടെ എ ബി പറഞ്ഞിട്ട് രണ്ട് ഇത് തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. എ എന്ന് പറയുന്നത് എന്താണ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ഗുപ്ത ട്രേഡേഴ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് ഈസ് ക്രെഡിറ്റഡ് ടു വിച്ച് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ, അതായത് ഗുഡ്സ് നമ്മൾ ഗുപ്ത ട്രേഡേഴ്സിൻ്റെ അടുത്ത് വാങ്ങിയില്ലേ, എങ്ങനെ നമ്മളത് പേ ചെയ്തത്, ക്യാഷ് ആയിട്ടാണോ, അല്ല ചെക്കായിട്ടാണ്. സോ ഏത് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവുക, നമ്മൾ ചെക്കായിട്ടാണ് പേ ചെയ്തതുകൊണ്ട് തന്നെ അത് ഏത് അക്കൗണ്ടാ, ബാങ്ക് അക്കൗണ്ട്. സോ ദ ആൻസർ ഈസ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താ, in which journal the depreciation charge on furniture is recorded? നമുക്ക് ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു എന്നുള്ളത് ഏത് ജേണലിലാണ് നമ്മൾ എഴുതുക, ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ജേണൽ. ഓക്കെ, ഡിപ്രീസിയേഷൻ ജേണൽ എന്ന് പറഞ്ഞതിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളിത് റെക്കോർഡ് ചെയ്യപ്പെടുക. ഓക്കെ, അതുപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ പറയുന്നത്, ഫോർ ഗുഡ്സ് സോൾഡ് ടു രശ്മി ഓൺ ക്രെഡിറ്റ് ഡാഷ് അക്കൗണ്ടിങ് വൗച്ചർ ഫോർ പേയ്മെന്റ് മെയ്ഡ് ടു ഇഷ ആൻഡ് ഡാഷ് അക്കൗണ്ടിങ് വൗച്ചർ വിൽ ബി പ്രിപ്പയർഡ്. ഓക്കെ, നമ്മൾ ഗുഡ്സ് സോൾഡ്, അതായത് രശ്മിക്ക് ഗുഡ്സ് സോൾഡ് ചെയ്യുന്നത് ഓൺ ക്രെഡിറ്റ് ബേസിസിലാണെങ്കിൽ ഏത് അക്കൗണ്ടിങ് വൗച്ചറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ, ദാറ്റ് ഈസ് സെയിൽസ് അക്കൗണ്ടിങ് വൗച്ചർ. ഓക്കെ, സെയിൽസ് അക്കൗണ്ടിങ് വൗച്ചർ ആണ്. ആൻഡ് ഫോർ പേയ്മെന്റ് മെയ്ഡ് ടു ഇഷ പേയ്മെന്റ് അക്കൗണ്ടിങ് വൗച്ചർ വിൽ ബി പ്രിപ്പയർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ സെയിൽസ് വൗച്ചറും നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോഴുള്ള അക്കൗണ്ടിന്റെ പേരാണ് പേയ്മെന്റ് വൗച്ചറും. ഓക്കെ, അതുപോലെ 17th ക്വസ്റ്റ്യൻ ആണ് എന്ത്, എറർ ഓഫ് ഒമിഷൻ, ദാറ്റ് ഈസ് എറർ ഓഫ് ഒമിഷൻ ഡു നോട്ട് എഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസിൽ ഒമിഷൻ എന്ന് പറഞ്ഞ തെറ്റ് എന്തില്ല, ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. ബട്ട് വൺ സൈഡഡ് എറർ ഡു അഫക്റ്റ് ദി ട്രയൽ ബാലൻസ്. ഓക്കെ, അല്ലെങ്കിൽ ട്രൂ അഫക്റ്റ് ദി എഗ്രിമെന്റ്, അതായത് വൺ സൈഡ് എറർ എന്ത് ചെയ്യും, നമ്മൾ എഗ്രിമെന്റിനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആൻഡ് വിച്ച് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ. നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഇതുകൾ തന്നിട്ടുണ്ട് അല്ലേ, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെയും അഡ്വാൻറ്റേജ് സോഫ്റ്റ്വെയറിൻ്റെയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് അതെന്ത് ചെയ്യാൻ പറ്റും, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ഇറ്റ് യൂസ്ഡ് ബൈ നമ്പർ ഓഫ് യൂസേഴ്സ്, ഒരുപാട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ദ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽ ട്രെയിൻഡ് യൂസേഴ്സ് ക്യാൻ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദെയർ സോഫ്റ്റ്വെയർ, അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള യൂസേഴ്സിനായിരിക്കും എന്ത് ചെയ്യേണ്ടത്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുക. ഓക്കെ, സോ ദാറ്റ്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ ആണ്, റീവാലുവേഷൻ ഈസ് ഡെബിറ്റഡ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ, റീവാലുവേഷൻ ഡെബിറ്റ് ചെയ്താൽ അത് എന്തിന് കാരണമാവും, അസെറ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. ആൻഡ് ഇസ് ക്രെഡിറ്റഡ് ഫോർ ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റി. പിന്നീട് അത് എന്ത് ചെയ്യും, അത് ഇൻക്രീസ്, അതായത് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദാറ്റ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റി ഇതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. 20th ക്വസ്റ്റ്യൻ എന്താ പറയണേ, ഗിവ് വൺ വേർഡ് ഓഫ് ദ ഫോളോയിങ്. നമുക്ക് ഓരോ വൺ വേർഡ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് അല്ലേ. വൺ വേർഡ് ഏതൊക്കെയാണ്, വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫേം ഇഫ് ദ കാൽക്കുലേറ്റഡ് അറ്റ് 2-year പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് വെൻ ആവറേജ് പ്രോഫിറ്റ്
പ്രോഫിറ്റ് ഈസ് 80,000 ആൻഡ് നോർമൽ പ്രോഫിറ്റ് ഈസ് 60,000. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളോട് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറക്കാണ് അല്ലേ. നമുക്കിവിടെ ആവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 80,000. നോർമൽ പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 60,000. സോ 80,000 മൈനസ് 60,000 ഈസ് 20,000. നമുക്ക് 20,000 എന്നുള്ളത് ഗുഡ് വില്ല് കിട്ടി. നമുക്ക് കണ്ടൂടെ, ഗുഡ് വില്ലായിട്ട് കണ്ടൂടെ. ഗുഡ് വില്ല് ഈക്വൽ ടു 2 year പർച്ചേസ് ഇൻറ്റു that profit, average profit 20,000 into 2. So the answer is 40,000. So ഇവിടെ എന്താണ് വരിക? ആൻസർ എന്താ വരിക? 40,000 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, then next 20th തന്നെ ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ഹിസ് ക്ലെയിം ഓഫ് 1,20,000 is settled by making payment of 80,000 by check and balance is kept in his loan account. Name the account what will be credited and by what amount. Okay, ഇവിടെ ചോദിച്ചിരിക്കണേ ഏത് അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണേ? ഒന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും, പിന്നെ പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞിട്ട് എത്ര ഉണ്ടാകും? 1,20,000. പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എത്ര വരിക? 1,20,000 80,000 പോയി കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ആൻസർ വരിക? 40,000. സോ പാർട്ട്നേഴ്സ് ലോണിൽ വരുന്നത് 40,000 രൂപയായിരിക്കും കേട്ടോ ഇതിൽ വരിക. ഇത്ര കാര്യമാണ് ഇതിലുള്ളത്. ഓക്കെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും വരാം. ഓക്കെ, സോ നമ്മളൊരു ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിട്ടാണ്. സോ നമ്മൾ നെക്സ്റ്റ് 20th ക്വസ്റ്റ്യനിൽ നമുക്ക് ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ഇസ് ക്ലെയിം ഓഫ് 1,20,000 is settled by making payment of 80,000 by check and balance is kept in his loan number. Okay, loan account. Name the account what will be credited and by what the amount. Okay, so the question എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെ ഇത് ക്വസ്റ്റ്യൻ നോക്കാം? നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലോ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലായിരിക്കും നമ്മളിത് ക്രെഡിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ദാറ്റ് ഈസ് എന്താ 1,20,000 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സ് ലോണിന്റെ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. 1,20,000 മൈനസ് 80,000. സോ ദ ഡിഫറൻസ് ഈസ് 40,000. ഓക്കെ, ദെൻ 21th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. നെയിം ദ ടൈപ്പ് ഓഫ് ജേർണൽ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വിൽ ബി റെക്കോർഡഡ്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ജേർണലാണ് നമുക്ക് നോക്കാം. 21 എ എന്ന് പറയുന്നത് റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ലാസ്റ്റ് 2 months ഓഫ് ഇയർ 16,000. ഓക്കെ, ഇവിടെ ഏതാണ്? റെന്റ് അക്കൗണ്ടിലെ ദാറ്റ് ഈസ് ജനറൽ ജേർണലാണ്. ജനറൽ ആയിട്ടുള്ള ജേർണലാണ്. ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, ഇവിടെ പേയ്മെന്റ് അല്ലേ, പർച്ചേസ് പറയുമ്പോൾ നമ്മൾ പേയ്മെന്റ്, അപ്പൊ പേയ്മെന്റ് ജേർണലാണ്. സോൾഡ് ഗുഡ്സ് ടു പ്രണയ. ഓക്കെ, ദാറ്റ് ഈസ് 20,000. ഇതും എന്താണ്? സെയിൽസ് ജേർണലിലേക്കാണ് പോവുക. ദെൻ നെക്സ്റ്റ് ആണ് വിഡ്രോ 6,000 ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓക്കെ, ഇതും എന്താണ്? ക്യാഷ് പേയ്മെന്റ് ആണ്. ഓക്കെ, സോ അത് പേയ്മെന്റ് ജേർണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാഷ് അങ്ങോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ പേയ്മെന്റ് ആയിട്ടുള്ള ജേർണലും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് സെയിൽസ് ജേർണൽ ആയിരിക്കും. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വരുന്നതൊക്കെ നമ്മളെ ജനറൽ ജേർണലിലും ആയിരിക്കും വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ 22nd ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് നെയിം ദ അക്കൗണ്ടിങ് എറേഴ്സ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഇവിടെ വന്ന അക്കൗണ്ടിങ് എറേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പർച്ചേസ് ഗുഡ്സ് ഓഫ് 24,600 were recorded in purchase return book. ഓക്കെ, ഇതെന്താണ്? നമുക്ക് പോസ്റ്റിംഗ് ഇല്ലോടത്താണ് എറർ പറ്റിക്കണം അല്ലേ. സോ ദാറ്റ് ഈസ് എറർ ഓഫ് പോസ്റ്റിംഗ്. നെക്സ്റ്റോ 4,500 spent on the repairs of office building was debited to building account. ഓക്കെ, ഇത് ഏതാണ്? എറർ ഓഫ് പ്രിൻസിപ്പൾ അല്ലേ, നമ്മളെ പ്രിൻസിപ്പളിന് എതിരായിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. സോ അതെന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പൾ. സെയിൽസ് ഗുഡ്സ് ഓഫ് 6,000 were not recorded in the book. സോ ദാറ്റ്സ് എന്താണ്? എവിടെയും എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും? എറർ ഓഫ് ഒമിഷൻ. ഓക്കെ, ദെൻ പർച്ചേസ് ബുക്ക് വാസ് ഓവർകാസ്റ്റ് ബൈ 1,200. ഇത് എന്താ? ഓവർകാസ്റ്റിംഗ് എറർ ആയിട്ടാണ് കൂട്ടുക കേട്ടോ. എറർ ഓഫ് ഓവർകാസ്റ്റിംഗ് ആയിട്ടുള്ള എറർ ആണ് നമ്മൾ കൂട്ടുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? 22nd ക്വസ്റ്റ്യനിൽ ടൈപ്സ് ഓഫ് എറർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പൊ അതെന്തായാലും ഒന്ന് നോക്കി വെക്കണം, ടൈപ്പ് ഓഫ് എറേഴ്സ്. ദെൻ 23rd ക്വസ്റ്റ്യൻ ആണ്. Give one word of
ആൻസർ ഓഫ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, നോ നീഡ് ഓഫ് നോളജ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ്? ദാറ്റ് ഈസ് നോ നീഡ് ഓഫ് നോളജ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗിന്റെ ഒരു ഇത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് സിംഗിൾ എൻട്രി സിസ്റ്റമിന്റെ അഡ്വാൻറ്റേജ് ആണോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ? ദാറ്റ് ഈസ് എക്സാക്ട്ലി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. ദെൻ ലോസ് ബൈ ഫയർ വിച്ച് വാട്ട് ടൈപ്പ് ഓഫ് ലോസ്? എന്താണ്? പെട്ടെന്ന് വന്ന് തീപിടുത്തം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ലോസ് ആയിട്ടാണ് കൂട്ടുക? ആക്സിഡന്റൽ ലോസ് ആണ് അല്ലേ? ആക്സിഡന്റൽ ലോസ് ആയിട്ടാണ് കൂട്ടുക. Then an item of prepaid insurance will be written on which side of balance sheet? Prepaid insurance ആയിട്ട് വന്നതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലായിരിക്കും. നമ്മൾ അസറ്റ് ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഓക്കെ, then next എന്താ? Whether life membership is an item of income or capital receipt. ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആജീവനാന്ത കാലത്തേക്കുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അത് എന്ത് ഇതാണ്? ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിരിക്കും. അതെന്താണ്? ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് 24th ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 24th ക്വസ്റ്റ്യൻ എന്താ പറയണേ? Give one word answer of the. ഒക്കെ കൂടുതൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കണം കേട്ടോ. എന്താ വൺ വേർഡ് ആയിട്ട് ചോദിക്കണേ? എ ഷെയർ ഹോൾഡർ പേസ് ആൻ എമൗണ്ട് ഓഫ് കമ്പനി ബിഫോർ ഇറ്റ് ഡിമാൻഡഡ്. ഏത് അക്കൗണ്ടിലേക്കാണ് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഒരു ഷെയർ ഹോൾഡർ കമ്പനിക്ക് ഒരു എമൗണ്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊടുത്താലും അത് എന്ത് അക്കൗണ്ടിലേക്കാണ് പോവുക? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്കായിരിക്കും പോകുക. സോ ദാറ്റ്സ് വൈ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ബി ക്വസ്റ്റ്യൻ. When a company issues shares of 100 each at 120, name the account which an extra money of 20 will be transferred. ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ചെയ്യുക? അതായത് ഒരു കമ്പനി 100 ഷെയർസ് 20 രൂപ 120 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ഓക്കെ, അതിൽ 20 എന്ന് പറഞ്ഞ എക്സ്ട്രാ മണിയാണ്. ആ എക്സ്ട്രാ മണി എന്ന് പറഞ്ഞ എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം ആണ് ആ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ ആണ്. When a company receive application for more number of shares than the number of shares offered to public for subscription, it is. അതായത് നമ്മൾ അപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി ഓഫർ ചെയ്തതിലേറെ അപ്ലിക്കേഷൻ, ഒരുപാട് അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന ഇതാണ് എന്ത്? ഓവർ സബ്സ്ക്രിപ്ഷൻ. ദാറ്റ് ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ? 200 shares of 50 each forfeited for non-payment of final call of ₹20 per share are reissued for ₹30 per share. What amount will be credited to capital reserve account? ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ഏത് ഇതിലാണ് ഇത് പറയുന്നത്? അതായത് ഇവിടെ പറയുന്നത് ഏത് എമൗണ്ട് ആണ് ഇതിലേക്ക് കടക്കുക എന്നാണ് അല്ലേ? നമുക്കറിയാം ഷെയർസ് പറഞ്ഞ 200 ആണ് നമ്മൾ ഷെയർസ് എന്ന് പറയണേ. സോ ദാറ്റ്സ് വൈ 200 ഇൻറ്റു നമുക്ക് നമ്മുടെ ഫൈനൽ കോൾ നമ്മൾ വിളിച്ചത് 20 ആണ്, നമ്മൾ റീഇഷ്യൂ ചെയ്തത് 30 ആണ്. സോ ദ ഡിഫറൻസ് ഈസ് 10 ആണ്. സോ 200 ഇൻറ്റു 10 ഈക്വൽ ടു 2000. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ടോട്ടൽ ഷെയർസ് ഇൻറ്റു ദ ഡിഫറൻസ് of the amount. Okay, difference of the final call and reissued share. Difference of the final call and reissued share എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലേ? that is 20 minus 30 10 ആണ്. സോ ബാക്കി വരുന്ന 10 എന്ന് പറഞ്ഞ 10 into 200 is equal to 2000. Okay, so the answer is 2000 ആണ്. Okay, ഇതാണ് ഏതിൽ വരുന്നത്? 24th ക്വസ്റ്റ്യൻ വരുന്നത്. Then 25th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. Suppose salary of 6,000 remain unpaid on 31st March 2024, on which date the account are closed. What it is known as and what will be the adjustment entry? Okay, നമ്മൾ ഇങ്ങനെ പറയാം, നമുക്ക് 6000 രൂപ നമുക്ക് അൺപെയ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി. എന്താ പറയുക? ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഇപ്പോഴും എന്ത് ചെയ്യാണ്? നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ദ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6000. ദാറ്റ് ഈസ് 6000 rupees. ഓക്കെ, ഇതാണ് എന്ത് വരിക? നമുക്ക് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിഫൈൻ ദ ടേം ഗുഡ് വിൽ. ഹൗ ഡസ് എഫിഷ്യന്റ് മാനേജ്മെന്റ് എഫക്ട് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം? എന്താണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ? നമ്മളെ സ്ഥാപനത്തിന്റെ നല്ല പേര് അല്ലേ? ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ. ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? നമ്മളെ വാല്യൂ, നമ്മളെ സ്ഥാപനത്തിന്റെ വാല്യൂ കൂടുന്നുണ്ട്.
നമ്മുടെ സ്ഥാപനത്തിലെ റെപ്യൂട്ടേഷൻ കൂടുന്നുണ്ട്, നമ്മുടെ സ്ഥാപനത്തിലെ കസ്റ്റമർ ലോയാലിറ്റി കൂടുന്നുണ്ട്, മാനേജ്മെന്റ് എഫിഷ്യൻസി കൂടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ കൂടുന്ന ഒന്നാണ് എന്ത് പറയുന്നത്, ഗുഡ് വില്ല് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് മാനേജ്മെന്റിനെ എല്ലാ രീതിയിലും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാനും കൂടുതൽ പ്രോഫിറ്റ് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് എന്ത്, ദാറ്റ് ഈസ് ഗുഡ് വില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ് ഓർ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് റിയലൈസേഷൻ അക്കൗണ്ട്? When is realization account prepared and in what ratio the result is adjusted in partners capital account? Okay, എന്താ പറയുന്നത്, നമ്മൾ എപ്പോഴാണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്? നമുക്കറിയാം, റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക ഒരു കമ്പനി ഡിസോൾവ് ചെയ്യുമ്പോൾ അഥവാ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യണത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുക, എൻട്രീസ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുക. ഓക്കെ, സോ ഡിസോൾവ് ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏത്, റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, what treatment is given to accumulated reserve and balance in profit and loss on dissolution of a firm? ഓക്കെ, എന്താണ് നമുക്ക് വരുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് വരുന്നത്? ദാറ്റ് ഈസ് നമുക്ക് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കേട്ടോ. എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്, അക്യുമുലേറ്റഡ് റിസർവും നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ഥാപനം ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും. ഇതിൽ വരുന്ന ഓർ ക്വസ്റ്റ്യൻ ആണ് ഇത്, വാട്ട് ക്യാൻ ബി ദ റിസൾട്ട് ഓൺ ക്ലോസിംഗ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്, വാട്ട് വിൽ ബി ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്? ഓക്കെ, ഇഫ് നമുക്കിത് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. നമുക്ക് ലോസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതും ഏത് റേഷ്യോയിലാണ് നമ്മൾ രണ്ടും ചെയ്യുക, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് പറയുന്നത് എന്ത്, വാട്ട് സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇസ് ദ amount or the capital or the share which is the part of issued capital. Okay, അതായത് it is the part of issued capital which can be subscribed by investors ചെയ്യുന്ന, അതായത് ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇതിൽ തന്നെയാണ് എന്ത് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ്, അതിലെ ഓർ ക്വസ്റ്റ്യനിൽ വന്നതാണ് വാട്ട് ഈസ് മെൻ ബൈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. ഓക്കെ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് മീൻസ് ദ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ കമ്പനി. കമ്പനി ഇഷ്യൂ ചെയ്യുന്നതിലേറെ എത്രയോ കുറവായിട്ടാണ് എന്ത് ചെയ്തത്, അതിന്റെ അപ്ലിക്കേഷൻ വന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ദാറ്റ് ഈസ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ 29th ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ടു അഡ്ജസ്റ്റ്മെന്റ് ബി മെയ്ഡ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസിങ് നെറ്റ് വർത്ത് മെത്തേഡ്. എന്തൊക്കെ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണുള്ളത്, സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ നെറ്റ് വർത്ത് മെത്തേഡിൽ ചെയ്യുമ്പോൾ ഉള്ളത് ഒന്നെന്താണ്, നമ്മൾ ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡ്രോയിങ്സ്. രണ്ടോ, നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ഉപയോഗിക്കും, ദാറ്റ് ഈസ് യൂസിങ് ദി അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, അതാണ് രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് വരുന്ന ഓർ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, സ്റ്റേറ്റ് എനി ത്രീ സിംഗിൾ എൻട്രി സിസ്റ്റം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ എന്താണ്, ലെസ് ടൈം കൺസ്യൂം, നമുക്ക് ചെറിയ ടൈം മതിലേ ഇത് കൺസ്യൂം ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന ഒരു പ്രോബ്ലം ലെവൽ ക്വസ്റ്റ്യനിലേക്കാണ്. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. എന്താണ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി റെക്കോർഡ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2025. എന്താണ് വരുന്നത്, that is subscription received during 2024 to 25 28,000. Outstanding subscription as on 31st March 2024 1,500.
Outstanding subscription as on 31st March 2025, 2000. Subscription received in 2024 to 25 for 2025 to 26, 2200. Subscription received in 2023 to 24 for 2024 to 25, 2400. So നമുക്ക് ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യാന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്തെടുക്കണ്ടേ സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിങ് ദ ഇയർ. നമുക്ക് ആ വർഷത്തിൽ കിട്ടിയ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 28,000 പ്ലസ് നമുക്ക് എന്താണ് ഡിഫറൻസ് കാണണം അല്ലേ? സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ്റെ നമുക്ക് ബിഗിനിങ്ങിലും അതേപോലെ എൻഡിങ്ങിലും കിട്ടിയതിൻ്റെ ഡിഫറൻസ് കാണാം. നമുക്ക് ഏറ്റവും എൻഡിങ്ങിൽ കിട്ടിയത് എത്രയാണ്? 2000 ആണ് അല്ലേ? ദാറ്റ് ഈസ് നോക്കിക്കുക, നിങ്ങൾ നോക്കി നോക്കുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആണ് 31st March 2025 എന്നിട്ട് എത്ര 2000 കിടക്കുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ 31st March 2024 എത്ര 1500. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ 28,000 നിന്ന് അത് രണ്ടും ഡിഫറൻസ് ചെയ്തിട്ട് അത് പ്ലസ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുക, 28,000 പ്ലസ് 2000 മൈനസ് 1500. അപ്പൊ എന്താണ് ആൻസർ വരിക? 28,000 പ്ലസ് 500, 28,500. ഓക്കെ, അതാണ് ആൻസർ ഉണ്ടാവുക. ഇതിൽ നിന്ന് നമ്മൾ എന്തുകൂടെ മൈനസ് ചെയ്യണം? നമുക്ക് വന്ന റിസീവ് ചെയ്ത സബ്സ്ക്രിപ്ഷന്റെ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഓക്കെ, നമുക്ക് കമ്മിങ് ഇയറിൽ അതായത് എൻഡിൽ വന്ന സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എത്രയാണ്? 2,200. ആൻഡ് നമുക്ക് പിന്നെ ബിഗിനിങ്ങിൽ വന്ന സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എത്ര? 2,400. സോ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യപ്പെടണം. സോ ദ ആൻസർ ഈസ് 28,000 പ്ലസ് 2,000 minus 1,500 minus 2,200 plus 2,400. So the answer is 28,700. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ക്രിപ്ഷന്റെ കൂടെ ആദ്യത്തെ രണ്ടെണ്ണം എന്ത് ചെയ്യണം? ആദ്യത്തെ രണ്ടെണ്ണം പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യണം? നമ്മൾ ഡിഫറൻസ് കണ്ടിട്ട് അത് ആഡ് ചെയ്യണം. പിന്നീട് രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, നമുക്ക് സോ ആൻസർ എന്താ കിട്ടുക? 28,700. സോ ആൻസർ നമുക്ക് അതായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തന്നെ പ്രൊവിഷന്റെ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്താ പ്രൊവിഷന്റെ ഒരു ക്വസ്റ്റ്യന്? കാൽക്കുലേറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2025 ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 3%. 3% എന്ന് പറയുന്നത് എന്താ? ഡെപ്റ്റേഴ്സിന്റെ 3% കാണണം അല്ലേ? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ ഉള്ളത്? 45,000. 45,000 3% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,350. സോ ഈ 1,350 നമ്മൾ എന്തെന്ന് മൈനസ് ചെയ്യണം? നമുക്ക് ഇവിടെ ഓൾറെഡി തന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ആസ് പെർ ട്രയൽ ബാലൻസിൽ തന്ന 1,500 മൈനസ് ചെയ്യണം. സോ ദ ആൻസർ ഈസ് -150. നമുക്ക് പ്രൊവിഷൻ എന്ത് ചെയ്യണ്ടേ? റെഡ്യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ദ ആൻസർ. ദാറ്റ് ഈസ് -150 ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? That is, name the item that the executors of a deceased partner can claim on the death of a partner. ഒരാൾ ഡെത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? ഡിസീസ്ഡ് പാർട്ട്ണർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക? ഷെയർ ഓഫ് ക്യാപിറ്റൽ കൊടുക്കണം, അതുപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കണം, അതുപോലെ എന്തെങ്കിലും അയാൾക്ക് വല്ല പൈസ കൊടുക്കണം, അയാൾ മരിക്കുന്ന വരെയുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? വൈ ഈസ് ഓർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വൈ ഈസ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ ഈസ് യൂസ്ഡ്? ഗിവ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, നമ്മൾ എന്തിനാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്? ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഓക്കെ, നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളെ ഗുഡ് വില്ലിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തിനാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്? ഓക്കെ, നമ്മൾ എന്തിനാണ് അതായത് ഇതായിട്ടുള്ളത് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ദ ക്യാപിറ്റലൈസേഷൻ മീൻസ് കാൽക്കുലേറ്റ് ദ ഗുഡ് വിൽ. ഓക്കെ, ഗുഡ് വില്ലിൻ്റെ ഇത് ഹെൽപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യാണ്? ഇത് ആക്ച്വൽ ആവറേജും നമ്മളെ എക്സ്പെക്റ്റഡ് നോർമൽ ആവറേജും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മെത്തേഡിലൂടെ നമ്മളെ കാണാൻ സാധിക്കും. ഓക്കെ, ആക്ച്വൽ ആവറേജ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് നോർമൽ ആവറേജ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്ക് ടോട്ടൽ 5 ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ ആണ് വരുന്നത് കേട്ടോ. സിമ്പിൾ പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കാണാനുണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും അതെന്താണെന്നും അതിന്റെ ഇക്വേഷനും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇതിന്റെ ഫോർമുല പറഞ്ഞാൽ? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു
100 by nominal rate of return minus capital employed. Okay, so that's the equation of the capitalization method. Okay, then next ആണ് 32 question പറയുന്നത്. What is meant by issue of shares at premium? State the purpose of which premium amount can be used. എന്താണ് issue of shares at premium എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് ഇഷ്യൂ ചെയ്ത പ്രൈസിലേറെ ഹയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയർ ഇഷ്യൂ ചെയ്യാണ്. നമ്മൾ ഫേസ് വാല്യൂലേറെ കൂടുതലായിട്ടുള്ള ക്യാഷിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ദ പ്രീമിയം എമൗണ്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ ഓഫ് ചെയ്യുക, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യാണ്, നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സും എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യാണ്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, നമ്മളെ പ്രീമിയത്തിന്റെ പർപ്പസിലായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? Then next questionലേക്ക് പോവല്ലേ? ഓക്കെ, then 33 question ആണ് പറയുന്നത്. Shares forfeited have been reissued. What is the maximum amount of permissible discount at which shares can be reissued in the following cases? Okay, എപ്പോഴാണ് ഏതൊക്കെ ഷെയർസിലാണ് നമുക്ക് നോക്കാം. When shares originally have been issued, നമ്മൾ ഷെയർസ് ഒറിജിനലി പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെക്കാരം വരിക, എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫോർഫീറ്റ് ചെയ്യണം. സോ ദ ആൻസർ ഈസ് ദ എമൗണ്ട് വുഡ് ബി ഫോർഫീറ്റഡ്. എമൗണ്ട് ഫോർഫീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, വെൻ ഷെയർസ് ആർ ഒറിജിനലി ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, എമൗണ്ട് എന്ത് ചെയ്യണം, അതും നമ്മൾ എന്ത് ചെയ്യണം, ഫോർഫീറ്റ് ചെയ്യപ്പെടണം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, വെൻ ഷെയർസ് ഒറിജിനലി ഹാവ് ബീൻ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളെന്താ ആ ഡിസ്കൗണ്ട് അലൗഡ് കൊടുത്ത അതും പ്ലസ് എന്താണ് ആ എമൗണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർഫീറ്റ് ചെയ്യപ്പെടണം. അപ്പം നമ്മൾ എപ്പോഴും റീഇഷ്യൂ ചെയ്യുന്ന കേസിലായാലും നമ്മൾ എമൗണ്ടുകൾ എന്താ ചെയ്യണ്ടേ, ഫോർഫീറ്റ് ചെയ്യുക. ഫോർഫീറ്റ് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യപ്പെടുക, ഷെയർസ് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് വേണ്ടത്. ഓക്കെ, റീഇഷ്യൂ ചെയ്യുന്ന സ്ഥാനത്ത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഓർ ക്വസ്റ്റ്യനിൽ വരുന്നതാണ് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തല്ലോ 3 അക്കൗണ്ടുകൾ. ഏതൊക്കെയായിരുന്നു, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഈ 3 അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ 3 അക്കൗണ്ടുകളോ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, ഇതുപോലൊരു വലിയൊരു 5 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, 3 കോളങ്ങൾ വരക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് ഇതാണ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് വരക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ വരക്കുക, ദാറ്റ് ഈസ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും ഇവിടെ ഉണ്ടാവില്ല. ആ സൈഡിൽ ആദ്യത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാകും, പർച്ചേസ്, റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറക്കണം, ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഇവന്റെ സൈഡിൽ എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണം, സെയിൽസ് ഉണ്ടെങ്കിൽ സെയിൽസ് എഴുതുക, സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറച്ച് എഴുതുക. ഇതാണ് എന്ത് പറയുന്നത്, നിങ്ങളെ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ പേരെന്താണ്, ദാറ്റ് ഈസ് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതിനുശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഇത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകങ്ങളും നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ട് വേണം ഏതിൽ എഴുതാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാൻ. ഓക്കെ, പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ പേരാണ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഏത്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും, ചോദ്യം വരാം. അതുപോലെ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്, ഏതാ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് അഡ്മിഷൻ ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, 2 ആൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ 3ാമതൊരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെ അക്കൗണ്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ടുകളെ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക, ദാറ്റ് ഈസ് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇന്ന അക്കൗണ്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യപ്പെടേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യപ്പെടാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ആട്ടോ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കപ്പെടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
VB Drone Service Limited offered the public for subscription its 5,50,000 equity shares of 10 each. ഓക്കെ, ഇങ്ങനെ അലോട്ട്മെന്റ് 30 പെർ ഷെയർ ഉണ്ട്. അതേപോലെ അപ്ലിക്കേഷന് 30 ഉണ്ട്, അലോട്ട്മെന്റ് 40 ഉണ്ട്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയുന്ന ബാലൻസ് എമൗണ്ട് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഇതിന് നിങ്ങൾ എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ജേണൽ എൻട്രീസ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ച് ജേണൽ എൻട്രീസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. നമ്മളെ ഇതിൽ അതായത് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞതിൽ നമുക്ക് കുറച്ച് ജേണൽ എൻട്രീസ് നോക്കാനുണ്ട്. ഈ ജേണൽ എൻട്രീസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടി വരിക. ഓക്കെ, സോ ദ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്, സോ നമ്മളെ ജേണൽ എൻട്രീസ് അറിയുന്നത് ഏതൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ വരിക. അതായത് അപ്ലിക്കേഷൻ മണി ഇതാക്കിയതിൽ അപ്ലിക്കേഷൻ മണി ആക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യം, ദാറ്റ് ഈസ് റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി അറിയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഏതൊക്കെ അലോട്ട്മെന്റ് ആകുമ്പോൾ എന്താ വരിക, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മളത് ഇത് ചെയ്യുന്നതാണ് അല്ലേ. അതായത് എന്താണ് വരിക, ഫസ്റ്റ് കോൾ ചെയ്യുമ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, റിജക്ട് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ കോൾ അക്കൗണ്ട്. ഓക്കെ, അങ്ങനെ സെക്കൻഡ് കോളിൻ്റെതും എഴുതാം കേട്ടോ. അപ്പം ഇതേപോലെ ഇതായിട്ട് അതായത് നിങ്ങൾക്ക് ഓർഡറിൽ അതേപോലെയുള്ള ജേണൽ എൻട്രീസ് തന്നെയാണ് വരുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസിൽ ഉണ്ടല്ലോ ഒരു ബോക്സിൽ ജേണൽ എൻട്രീസ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ചാപ്റ്ററിൽ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഷുവറായിട്ട് പഠിച്ചു വെക്കണം. ഈ ജേണൽ എൻട്രീസ് നിർബന്ധമായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, അഥവാ അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മളെ അഡ്മിഷന്, റിട്ടയർമെന്റ്, ഡെത്തിൽ വരുന്ന 3 ഇത് ചെയ്യാനുള്ളതാണ്. ഏതൊക്കെ, റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരിക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഇഷ്യൂ ഓഫ് ഷെയർസിലുള്ള ജേണൽ എൻട്രീസും. ഇത് 3 ഡയറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് വരുന്ന സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. ഓക്കെ, നമ്മളെ ആ ഒരു അക്കൗണ്ടിങ് റേഷ്യോന്റെ മൊഡ്യൂളും ഉണ്ട്, അതുപോലെ കമ്പയറിങ് വരുന്ന റേഷ്യോ ആണ്. നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ നമ്മളെ ഫോക്കസ് ഏരിയയിൽ വരുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ദാറ്റ് ഈസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ചാർട്ടിന്റെ ടൈപ്പ്, ഓക്കെ, പേറോൾ അക്കൗണ്ടിങ്, ഇത് വരുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂൾ ആയിട്ടുള്ള ഓപ്ഷണൽ മൊഡ്യൂള് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ ഞാനിവിടെ നമ്മളെ സെക്കൻഡ് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് എടുക്കുന്നത്, അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പാരിറ്റീവ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ സിമ്പിൾ. ഓക്കെ, മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന മൊഡ്യൂളത്തെ ആ 3 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, എന്താ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സാലറി ഈസ് നോർമലി സ്പെസിഫൈഡ് ഓൺ. നമ്മൾ സാലറി എങ്ങനെ കൊടുക്കുക, വീക്കിലി ആണോ, ഡെയിലി ആണോ, മന്ത്ലി ആണോ, ഇയർലി ആണോ, എല്ലാവർക്കും അറിയുന്ന കാര്യം സാലറി എന്ന് പറയുന്നത് മന്ത്ലി കൊടുക്കുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ സി മന്ത്ലി ബേസിസ്. നെക്സ്റ്റ് എന്താണ്, സാൽവേജ് വാല്യൂ ഓഫ് അസറ്റ് ഈസ് ദ വാല്യൂ അറ്റ് ദ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക, എൻഡ് ഓഫ് ദ ലൈഫ് ഓഫ് അസെറ്റിലാണ് കേട്ടോ, എൻഡിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് 39th ക്വസ്റ്റ്യൻ ആണ്, ടു ചേഞ്ച് ദ ലൊക്കേഷൻ ഓഫ് ചാർട്ട് റൈറ്റ് ക്ലിക്ക് ദ ചാർട്ട് ആൻഡ് സെലക്ട്. ഓക്കെ, ഏതാണ്, മൂവ് ഹിയർ. നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് അതിന്റെ ലൊക്കേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മൂവ് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെജൻഡ് ക്യാൻ ബി റീപൊസിഷൻഡ് ഓൺ ദ ചാർട്ട്. നമുക്ക് ലെജൻഡ് എവിടേക്ക് യൂസ് ചെയ്യുക, എവിടെ വേണമെങ്കിലും ഒരു ചാർട്ടിന് ലെജൻഡ് എവിടെ വേണമെങ്കിലും എനിവേറിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the field as applied to database table means എന്താണ് പറയുന്നത്, that is vertical column. ആ ഫീൽഡ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക, ഡാറ്റാബേസിന്റെ ടേബിളിൽ വെർട്ടിക്കൽ കോളം ഓഫ് ടേബിളിലാണ് യൂസ് ചെയ്യുക, വെർട്ടിക്കൽ കോളത്തിലാണ് ഉപയോഗിക്കുക. ഓക്കെ, ആൻഡ് 42nd ക്വസ്റ്റ്യൻ ആണ്, ടു സെലക്ട് ഡാറ്റ ബട്ടൺ ഓൺ എ ഡിസൈൻ ടാബ് ക്ലിക്ക് ഓൺ. എവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാണ്, ഡിസൈൻ ടാബിൽ, അതായത് ഡാറ്റ ബട്ടൺ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിക്കാ പോവുക, change the data included in the chart. Option B is the answer. Okay, next in the fill in the blanks പറയുന്നത് x axis is usually horizontal and y axis എന്താ vertical. Okay, അതാണ് പിന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, write the steps to take or
ക്രിയേറ്റ് ദ ചാർട്ട്. ഓക്കെ, എന്താണ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ടേക്കൺ ടു ക്രിയേറ്റ് എ ചാർട്ട് ആഫ്റ്റർ സെലക്ടിങ് ദ സെൽ. നമുക്ക് എന്താ ചോദ്യം വന്നിട്ടുള്ളത്, എന്തൊക്കെ സ്റ്റെപ്സുകളാണ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ്. ഓക്കെ, സോ ദ ആൻസർ എന്ന് പറയുന്നത് സ്റ്റെപ്പുകളെ ആൻസർ ആയിട്ട് നമുക്ക് പറയുന്നത് ഒന്നെന്താണ്. സോ 44th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഇൻസേർട്ട് എടുക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ടൈപ്പ് ഓഫ് ചാർട്ടാണ് വേണ്ടത്, ബാർ ചാർട്ടാണോ ലൈൻ ചാർട്ടാണോ ഏത് ചാർട്ടാണ് എന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ ചൂസ് ആ സ്പെസിഫിക് ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ അനുസരിച്ച് നമ്മളെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ആ ചാർട്ട് ടൈപ്പുകൾ മാറ്റുക. ഓക്കെ അടിക്കുക. നമുക്ക് ചാർട്ട് എന്ത് ചെയ്യുക, നമുക്ക് ചാർട്ട് അവിടെ ഇൻസേർട്ട് ആകും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് 45th ക്വസ്റ്റ്യൻ ആണ്. എന്താ 45th ക്വസ്റ്റ്യനിൽ പറയുന്നത്, എക്സ്പ്ലെയിൻ ഹൗ ഗ്രാഫ്സ് ഓർ ചാർട്ട് ഹെൽപ്പ് ടു എക്സ്പ്ലോർ പോസിബിൾ റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾസ് ടു വൺ അനദർ. ഓക്കെ, എന്താ പറയുന്നത്, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഗ്രാഫിന്റെ ചാർട്ടിന്റെ മറ്റൊരു വേരിയബിളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. നമ്മുടെ ഗ്രാഫും ചാർട്ടും എന്നൊക്കെ പറയുന്നത് എന്തിനാണ്, മെയിൻലി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ വരുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും, നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാണ് ഈ ഒരു ചാർട്ട് ഗ്രാഫ് വഴി ഒന്നുകൂടെ മനസ്സിലാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ പറയേണ്ടത് അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്താണ് ഡാറ്റാബേസ്. ഓക്കെ, ഡിഫൈൻ ഡാറ്റാബേസ് ആൻഡ് ലിസ്റ്റ് ദ ഡിഫിക്കൽറ്റീസ് ദാറ്റ് പ്രോംപ്റ്റഡ് ടു ദ ഡാറ്റാബേസ് സിസ്റ്റം. എന്തൊക്കെയാണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത കളക്ഷൻ ഓഫ് ഡാറ്റാസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഡിഫിക്കൽറ്റീസ് ആണ് നമ്മൾ നേരിടണേ, നമുക്ക് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അതേപോലെ വരുന്നതാണ് എന്ത്, ഇന്റഗ്രിറ്റി, ഡാറ്റാന്റെ ഇന്റഗ്രിറ്റി ആൻഡ് ഐസോലേഷൻ നമുക്ക് സംഭവിക്കാം. ഓക്കെ, അതുപോലെ എന്താ ഒരു ഇൻകോൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും, നമുക്ക് എപ്പോഴും ഡാറ്റാസ് കറക്റ്റ് കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റാബേസിന്റെ ഡിഫിക്കൽറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 47th ക്വസ്റ്റ്യൻ. What are the 5 allowances added to the basic pay to calculate the total remuneration of an employee? Explain the allowances. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ 4 അലവൻസസ് ഏതൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. നമുക്ക് 2 ഹെഡുകളുണ്ട്, ഡിഡക്ഷൻ ഹെഡും ഉണ്ട്, ഏർണിംഗ് ഹെഡും ഉണ്ട് അല്ലേ. അതിൽ വരുന്ന കുറച്ച് നമ്മളെ ഏർണിംഗ് ഹെഡിൽ വരുന്ന കുറച്ച് ഡിഡക്ഷൻ ഇതുകളാണ് പറയുന്നത്. ഏതൊക്കെയാണ് പറയുന്നത്, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ട്രാവൽ അലവൻസ്, കൺവെയൻസ് അലവൻസ്, മെഡിക്കൽ അലവൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, നമ്മളെ 5 അലവൻസസ് ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അലവൻസസ് പറഞ്ഞാൽ നമുക്ക് എന്താ, സാലറിന്റെ പുറമെ കിട്ടുന്ന ബെനിഫിറ്റ്സിനാണ് നമ്മൾ അലവൻസസ് പറയാം. നമുക്കൊരു കമ്പനിയിൽ നമുക്ക് കിട്ടുന്ന അലവൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും, ഡിയർനെസ് അലവൻസ് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ, ഹൗസ് റെന്റ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ് കിട്ടാറുണ്ട്, മെഡിക്കൽ അലവൻസ് കിട്ടാറുണ്ട്, കൺവെയൻസ് അലവൻസ് കിട്ടാറുണ്ട് അല്ലേ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് അലവൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ സോ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, പക്ഷെ ആൻസേഴ്സ് അത്രയും സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള അലവൻസ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തൊക്കെയോ കുറെ ചോദിച്ച പോലെയാണ് നമുക്ക് തോന്നുക. ഓക്കെ, അപ്പൊ ഇത്ര 47 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ എപ്പോഴും ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ഏരിയാസ് ആണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു പഠിക്കാനുള്ള കുറച്ച് ഏരിയാസ്, നിങ്ങൾ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ ജേർണൽ എൻട്രി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി ആൻഡ് ഫസ്റ്റ് കോൾ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാതെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് നിങ്ങൾ അഡ്മിഷൻ ചെയ്യുമ്പോഴുള്ള പാർട്ട്നേഴ്സിന് ഉണ്ടാക്കേണ്ടത് ഏതൊക്കെയാണ്, റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതാണ് നിങ്ങൾക്ക് എസ് എയിൽ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, എസ് എയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആ മൊഡ്യൂളിൽ ഒരു മൊഡ്യൂൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ലാസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, ഡാറ്റാബേസ്, പേറോൾ അക്കൗണ്ടിങ്, ചാർട്ടിന്റെ ചാപ്റ്റർ. ഓക്കെ, അഥവാ അത് പഠിച്ചിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റേഷ്യോന്റെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അക്കൗണ്ടിങ് റേഷ്യോസിന്റെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇൻ കമ്പാരിറ്റീവ്ലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും സുഖം നിങ്ങളെ ലാസ്റ്റ് മൊഡ്യൂൾ
മൊഡ്യൂൾ ആയിരിക്കും കേട്ടോ. മറ്റേത് ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ സാധ്യത ഉണ്ട്. നമുക്ക് ഒന്ന് അതിൽ നിന്ന് അറിയാം, ഒന്ന് ഇതിൽ നിന്ന് അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴും ഓപ്ഷണൽ മൊഡ്യൂളിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് നിങ്ങളെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. പിന്നെ അധികം നിങ്ങൾക്ക് വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതി പാസ്സാവുന്നവരും ഇതിലുണ്ട് അല്ലേ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതുന്നവരും ഉണ്ട്. ഓക്കെ, വൺ വേർഡ് മാത്രം എഴുതി പാസ്സാവാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ പോലും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വലിയ പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളൊക്കെ വരച്ച് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഉള്ളിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കോളംസ് വരച്ചിട്ട് വേണം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ അക്കൗണ്ടൻസിയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും കോളംസ് വരക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ വരുന്നത്. ഇപ്പൊ ഇത് നമുക്കറിയാം അക്കൗണ്ടൻസി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യാനുള്ളത് എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. മറ്റു സബ്ജക്റ്റിന്റെ പോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോവാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ അക്കൗണ്ടൻസി പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇതിലെ ഒരു ക്ലാസ്സിൽ അതിൻ്റെതായ കുറച്ച് കുറവുകൾ ഉണ്ടാകും അക്കൗണ്ടൻസിയിലെ പ്രോബ്ലങ്ങൾ ആയതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യുക, പ്രോബ്ലത്തിന് അപ്പുറം തിയറി തന്നെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പാസ്സാവാനുള്ള തിയറിയിൽ തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾ തിയറിയും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, സോ എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ താങ്ക് യു.